ഒന്ന് സാമുവേൽ 3-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. 1 സാമുവേൽ അധ്യായം 3-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 21. ചോദ്യം 2. 1 സാമുവേൽ അധ്യായം 3-ലെ ഏക തലക്കെട്ട്. ഉത്തരം സാമുവേലിനെ വിളിക്കുന്നു. ചോദ്യം 3. ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഉത്തരം ഏലിയുടെ. ചോദ്യം 4. ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത് ആര്? ഉത്തരം ബാലനായ സാമുവേൽ. ചോദ്യം 5. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ ആർക്ക് ശുശ്രൂഷ ചെയ്തു? ഉത്തരം കർത്താവിന്. ചോദ്യം 6. അക്കാലത്ത് എന്താണ് ചുരുക്കമായി ലഭിച്ചിരുന്നത്? ഉത്തരം കർത്താവിൻ്റെ അരുളപ്പാട്. ചോദ്യം 7. എന്താണ് വിരളമായിരുന്നത്? ഉത്തരം ദർശനങ്ങൾ. ചോദ്യം 8. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്ന കാലത്ത് ദർശനങ്ങൾ എപ്രകാരമായിരുന്നു? ഉത്തരം വിരളമായിരുന്നു. ചോദ്യം 9. ഏലിക്ക് ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ട് എന്ത്? ഉത്തരം ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. ചോദ്യം 10. ആർക്കാണ് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നത്? ഉത്തരം ഏലിക്ക്. ചോദ്യം 11. എന്ത് അണഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ മുൻപിലെ ദീപം. ചോദ്യം 12. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്തിരുന്നതിനരികെ കിടന്നതാര്? ഉത്തരം സാമുവേൽ. ചോദ്യം 13. അപ്പോൾ കർത്താവ് ഡാഷ് വിളിച്ചു. 1 സാമുവേൽ 3:4 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സാമുവേലിനെ. ചോദ്യം 14. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്തിരുന്നതിന് അരികെ കിടന്ന സാമുവേലിനെ വിളിച്ചതാര്? ഉത്തരം കർത്താവ്. ചോദ്യം 15. കർത്താവ് സാമുവേലിനെ വിളിക്കുമ്പോൾ ആര് വിളിക്കുന്നതായാണ് സാമുവേൽ മനസ്സിലാക്കിയത്? ഉത്തരം ഏലി. ചോദ്യം 16. സാമുവേൽ സാമുവേൽ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഉത്തരം അവൻ വിളി കേട്ടു. ചോദ്യം 17. സാമുവേൽ സാമുവേൽ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ അവൻ എന്തു പറഞ്ഞാണ് വിളി കേട്ടത്? ഉത്തരം ഞാൻ ഇതാ. ചോദ്യം 18. വിളിച്ചത് ഏലിയാണെന്ന് ഓർത്ത് ഏലിയുടെ അടുക്കിലേക്ക് ഓടിയ സാമുവേൽ ഏലിയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ചോദ്യം 19. അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം സാമുവേൽ ഏലിയോട്. ചോദ്യം 20. അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നുവെന്ന് സാമുവേൽ പറഞ്ഞപ്പോൾ ഏലി എന്താണ് പറഞ്ഞത്? ഉത്തരം ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. ചോദ്യം 21. കർത്താവ് 2-ാം പ്രാവശ്യവും സാമുവേലിനെ വിളിക്കുമ്പോൾ അവൻ എന്തു ചെയ്തു? ഉത്തരം അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്നു. ചോദ്യം 22. 2 പ്രാവശ്യം വിളിച്ചിട്ടും കർത്താവാണ് വിളിച്ചതെന്ന് മനസ്സിലാകാതിരുന്നത് ആർക്ക്? ഉത്തരം സാമുവേലിന്. ചോദ്യം 23. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിയാത്തത് എന്തുകൊണ്ട്? ഉത്തരം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 24. കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല ആർക്ക്? ഉത്തരം സാമുവേലിന്. ചോദ്യം 25. 1 സാമുവേൽ 3:8 പ്രകാരം എത്രാം പ്രാവശ്യമാണ് കർത്താവ് സാമുവേലിനെ വിളിക്കുന്നത്? ഉത്തരം 3-ാം പ്രാവശ്യം. ചോദ്യം 26. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു? ഉത്തരം എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്നു. ചോദ്യം 27.
അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് മൂന്നാമതും സാമുവേൽ പറഞ്ഞപ്പോൾ ഏലിക്ക് എന്ത് മനസ്സിലായി? ഉത്തരം, കർത്താവാണ് ബാലനായ സാമുവേലിനെ വിളിച്ചതെന്ന്. ചോദ്യം 28. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ ഏലി ബാലനോട് ആദ്യം പറഞ്ഞത് എന്ത്? ഉത്തരം, പോയി കിടന്നുകൊള്ളുക. ചോദ്യം 29. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏലി ബാലനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. ചോദ്യം 30. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ ഡാഷ് അങ്ങയുടെ ദാസൻ ഇതാ ഡാഷ് എന്ന് പറയണം. 1 സാമുവേൽ 3:9 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, അരുളി ചെയ്താലും ശ്രവിക്കുന്നു. ചോദ്യം 31. കർത്താവ് സാമുവേലിനെ എത്ര പ്രാവശ്യം വിളിച്ചു? ഉത്തരം, 4 പ്രാവശ്യം. ചോദ്യം 32. കർത്താവ് 4-ാം പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവേൽ എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ചോദ്യം 33. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം, സാമുവേൽ കർത്താവിനോട്. ചോദ്യം 34. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് സാമുവേൽ പറഞ്ഞപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇസ്രായേൽ ജനതയോട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ചോദ്യം 35. ഇസ്രായേൽ ജനതയോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് എന്ത് സംഭവിക്കും? ഉത്തരം, ഇരു ചെവികളും ധരിച്ചു പോകും. ചോദ്യം 36. ആരുടെ ഇരു ചെവികളും ധരിച്ചു പോകുമെന്നാണ് പറയുന്നത്? ഉത്തരം, കർത്താവ് ഇസ്രായേൽ ജനതയോട് ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവൻ്റെ. ചോദ്യം 37. കർത്താവ് എന്താണ് ഏലി കുടുംബത്തോട് ശപഥം ചെയ്തു പറഞ്ഞത്? ഉത്തരം, ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന്. ചോദ്യം 38. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് എന്ത് പരിഹാരം ആവുകയില്ല? ഉത്തരം, ബലികളും കാഴ്ചകളും. ചോദ്യം 39. ബലികളും കാഴ്ചകളും പരിഹാരമാകാത്തത് ആർക്ക് അല്ലെങ്കിൽ എന്തിന്? ഉത്തരം, ഏലി കുടുംബത്തിൻ്റെ പാപത്തിന്. ചോദ്യം 40. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ശപഥം ചെയ്തത് ആര്? ഉത്തരം, കർത്താവ്. ചോദ്യം 41. പ്രഭാതം വരെ കിടന്നതാര്? ഉത്തരം, സാമുവേൽ. ചോദ്യം 42. പ്രഭാതം വരെ കിടന്ന സാമുവേൽ അനന്തരം എന്തു ചെയ്തു? ഉത്തരം, അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു. ചോദ്യം 43. 1 സാമുവേൽ 3:15 കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നത് ആര്? ഉത്തരം, സാമുവേൽ. ചോദ്യം 44. ഏലിയോട് എന്തു പറയാനാണ് സാമുവേൽ ഭയപ്പെട്ടത്? ഉത്തരം, തനിക്കുണ്ടായ ദർശനം പറയാൻ. ചോദ്യം 45. തനിക്കുണ്ടായ ദർശനം ആരോട് പറയാനാണ് സാമുവേൽ ഭയപ്പെട്ടത്? ഉത്തരം, ഏലിയോട്. ചോദ്യം 46. 1 സാമുവേൽ 3:16 ഏലി സാമുവേലിനെ എന്താണ് സംബോധന ചെയ്തത്? ഉത്തരം, മകനെ സാമുവേൽ. ചോദ്യം 47. അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഏലി എന്താണ് പറഞ്ഞത്? ഉത്തരം, എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. ചോദ്യം 48. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ഡാഷ്. 1 സാമുവേൽ 3:17 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ചോദ്യം 49. സാമുവേൽ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അവനോട് പറഞ്ഞപ്പോൾ ഏലി എന്തു പറഞ്ഞു? ഉത്തരം, അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. ചോദ്യം 50. ആർക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത്? ഉത്തരം, കർത്താവിന്. ചോദ്യം 51. ആര് വളർന്നു വന്നു എന്നാണ് 1 സാമുവേൽ 3:19 പറയുന്നത്? ഉത്തരം, സാമുവേൽ. ചോദ്യം 52. സാമുവേൽ വളർന്നു വന്നു, ആര് അവനോടുകൂടെ ഉണ്ടായിരുന്നു? ഉത്തരം, കർത്താവ്. ചോദ്യം 53. എന്ത് വ്യക്തമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല? ഉത്തരം, അവൻ്റെ
സാമുവേലിൻ്റെ വാക്കുകളിൽ ഒന്നും. ചോദ്യം 54. 1 സാമുവേൽ 3:20 പ്രകാരം ആര് കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നു? ഉത്തരം സാമുവേൽ. ചോദ്യം 55. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞതാര്? ഉത്തരം ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും. ചോദ്യം 56. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയത് എവിടെ വെച്ച്? ഉത്തരം ഷീലോയിൽ വെച്ച്. ചോദ്യം 57. കർത്താവ് സാമുവേലിന് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ച്? ഉത്തരം ഷീലോയിൽ വെച്ച്. താങ്ക് യു.